CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ചിന് കാസർഗോഡ് ഉപ്പളയിൽ തുടക്കമായി. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ലാവ്ലിൻ വിഷയം ചർച്ചയാക്കാൻ CPIM ഇല്ലെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടി വെച്ച കെണിയിൽപ്പെടാൻ തങ്ങളെ കിട്ടില്ലെന്നും വ്യക്തമാക്കി. ലാവ്ലിൻ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ മൗനം പാലിക്കുകയും ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകർ ജാഥാ നായകൻ പിണറായി വിജയൻ അടക്കമുള്ളവരെ മുദ്രാവാക്യം വിളികളോടെ എതിരേറ്റു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് കൂടിയെത്തിയതോടെ ആവേശം അണപൊട്ടി. പാർട്ടി മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പിണറായി വിജയന് പതാക കൈമാറിയതോടെ മാർച്ചിനും തുടക്കം. ഭാവിയിൽ വരാൻ പോകുന്ന LDF സർക്കാരിന് മാത്രമേ അഴിമതി തുടച്ചുമാറ്റാൻ കഴിയൂവെന്നും കാരാട്ട് പ്രഖ്യാപിച്ചു. പിന്നാലെ എത്തിയ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ലാവ്ലിൻ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കി. ഇതിൽ ഇനി ചർച്ചയില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ പൂഴിക്കടകൻ പ്രയോഗം കൊണ്ട് ജാഥയെ തകർക്കാൻ കഴിയില്ലെന്നും കോടിയേരി വ്യക്തമാക്കി. ഓലപ്പാമ്പുമായി വന്നാൽ കെണിയിൽ വീഴാൻ കിട്ടില്ലെന്നുകൂടി കോടിയേരി പറഞ്ഞു വെച്ചു. അത് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിണറായിയുടെ ജാഥയ്ക്ക് പിന്തുണയർപ്പിച്ചാണ് VS തുടങ്ങിയത്. ലാവ്ലിൻ വിഷയത്തിൽ മൗനം പാലിച്ച VS ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന് ജാഥ പശ്ചാത്തലമൊരുക്കുമെന്നുകൂടി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികൾക്ക് അധികാരത്തിൽ വരുവാൻ സാധ്യമാകുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തിൽ കേരളമാകെയുള്ള ദശലക്ഷക്കണക്കായ ജനങ്ങൾ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കി പിണറായി വിജയൻ മറുപടി പ്രസംഗവും നടത്തി. റിപ്പോർട്ടർ, കാസർഗോഡ്.